മോനെ ഓൾ ദ ബെസ്റ്റ്. നിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഏൽപ്പിയുടെ വകയായിട്ട് ഒരു സ്നേഹോപകാരം നൽകാനാണ് ഞാനും സാറും പിന്നെ അമ്മയോടൊക്കെ ഒപ്പം ഒരു സന്തോഷം പങ്കിടാൻ. അപ്പൊ അമ്മയൊക്കെ ഒന്ന് വിളിച്ചേട്ടെ. മോന് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ സാറേ ഞാൻ സമ്മാനം കൊടുത്താലോ? കൺഗ്രാജുലേഷൻ. താങ്ക് യു. നമ്മുടെ APT വകയായിട്ടുള്ള സ്നേഹോപഹാരം അർപ്പിക്കുകയാണ്. അപ്പം മോന് ആർമി സെലക്ഷൻ ആയി അല്ലേ? അപ്പം എന്താണത് പങ്കുവെക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്? അവന്റെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു ആർമിയിൽ ഒരു ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചു. അമ്മയ്ക്ക് സന്തോഷമായി. വളരെ സന്തോഷമായി. അപ്പൊ മോക്ക് എന്താ പറയാനുള്ളത്? എനിക്കും സന്തോഷമായി. അല്ലാതെ ആർമിയിലേക്ക് ജോയിൻ കിട്ടി. ഇതിന് മുമ്പേ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആ സന്തോഷം എന്താണ്? ഒരുപാട് സന്തോഷമായി. ഇതിനുവേണ്ടി AFPT ഗ്രൗണ്ട് പത്തനംതിട്ട ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു ഓടാൻ പോയത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് റാലി അറ്റൻഡ് ചെയ്ത് കയറി പോയിരുന്നു. പത്രത്തിൽ കൂടെ അറിഞ്ഞു. അവിടെ കുഞ്ഞവിനെ കൊണ്ടുപോയി ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് അവിടുന്ന് കിട്ടിയത്. AFPTന്ന് മികച്ച ട്രെയിനിങ് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ മകന് ഇന്ന് ഈ വിജയം കൈവരിക്കാൻ പറ്റിയത്. അതിന് AFPTയോട് നന്ദി പറയുന്നു. അലന്റെ അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനെ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. അച്ഛൻ ഈയിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് തിരിച്ചു പോയത്. അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട് അച്ഛൻ. അനിയത്തി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അനിയത്തി 8ല്. എന്താ മോടെ പേര്? അലീഷ. ഓ ശരി. അപ്പോൾ ആദ്യം AFPTയിൽ ചേർന്നപ്പോഴോ ഉള്ള ഫിസിക്കലും AFPTയിലെ ട്രെയിനിങ് കിട്ടിയതിന് ശേഷമുള്ള ആ ഫിസിക്കലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആദ്യമേ എനിക്ക് ഇപ്പൊ ഞാൻ ഉള്ള ഒരു കഴിവ് എനിക്ക് അന്നും ഇല്ലായിരുന്നു. ആദ്യം സുനിൽ സാറിൻ്റെ അടുത്താണ് ഞാൻ ട്രെയിനിങ്ങിന് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഒരു 2 മാസത്തോളം ഞാൻ ട്രെയിനിങ് ചെയ്തു. പിന്നെ അങ്ങനെ ഇമ്പ്രൂവ് ആയി ഒരു നല്ലൊരു ഇപ്പോൾ നല്ലൊരു ഓട്ടക്കാരനായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങളെ ഇത് നന്ദി പറയേണ്ട ആവശ്യമില്ല മോനെ. നമ്മുടെ ഒരു കടമയാണ്, കടപ്പാടാണ് നമ്മുടെ സ്റ്റുഡൻസിനെ ആർമിയിൽ എത്തിക്കുക എന്നുള്ളതാണ് APTയുടെ മുഖ്യമായ കാരണം. ഓക്കെ, AFPTക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം. AFPTയിൽ നിന്നും എത്രയോ കുഞ്ഞുങ്ങളാണ് ജോലി കിട്ടി. ഇപ്പോൾ ആ സന്തോഷം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾ ആ സന്തോഷം അവരിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്ന ആ ഒരു സ്നേഹം, AFPTയിലെ എല്ലാവർക്കും നൽകുന്ന ഒരു സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എക്സാമിന് വേണ്ടിയുള്ള സിലബസിന് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ ദിവസം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിക്കുക, എക്സാം ഇടിയിപ്പിക്കുക, അങ്ങനെ കുറേ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ വീക്കിലി എക്സാമുകൾ നടത്തിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ കൊണ്ടാണ് ഞാൻ എക്സാം ആദ്യമേ പാസ്സാവാൻ സാധിച്ചത്. എന്നെ ഇവിടെ വരെ എത്തിക്കാൻ സഹായിച്ചത് AFPT ആണ്. ഈ ജോലി നേടാൻ സഹായിച്ചതും AFPT ആണ്. അതുകൊണ്ട് AFPTയിലുള്ള മുഴുവൻ ആൾക്കാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കുന്നു.